പെയ്തൊഴിഞ്ഞ മഴ പോലെ വന്ന നിലവേ. എൻ്റെ ദേവി, അത് മനക്കല വണ്ടിയാണല്ലോ. ഗൗരി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും അതേ നിമിഷമായിരുന്നു വണ്ടിയിലേക്കും ഒപ്പം തങ്ങളെ മാത്രം തുറച്ചു നോക്കുന്നവനിലേക്കും ദേവുവിൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത്. ഗൗരിയെപ്പോലെ തന്നെ ഒരു വേള ദേവുവിൻ്റെ നെഞ്ചുടിപ്പും വർദ്ധിച്ചു. മുന്നോട്ട് നടക്കാൻ കഴിയാതെ രണ്ടുപേരും തറഞ്ഞു നിൽപ്പായിരുന്നു. ദേവു, നമുക്ക് ഓടിപ്പോയാലോ? ഗൗരിയുടെ ശബ്ദമാണ് ദേവുവിനെ അവനിൽ നിന്നും നോട്ടം മാറ്റിച്ചത്. എന്തിന്? നീ വാ. ഗൗരിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ദേവു ധൈര്യം സംഭരിച്ചു മുന്നോട്ട് നടന്നു. ഭയത്തോടെ അവളുടെ പുറകെ ഗൗരിയും. ഒന്നിവിടെ നിന്നേ. തന്നെയും കടന്നു പോകുന്ന ദേവുവിനെയും ഗൗരിയെയും പുറകിൽ നിന്നും വിളിച്ചു ശിവ. അവൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും ദേവുവും ഗൗരിയും മുന്നോട്ട് നടക്കാനാകാതെ അവിടെ നിന്നു. ദേവു, എനിക്ക് പേടിയാകുന്നു. ഗൗരി നിന്ന് വിറയ്ക്കുകയായിരുന്നു. അതേസമയം ദേവി ചിന്തിക്കാതെയും ഇരുന്നില്ല, ഈ പെണ്ണെന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. ശിവ രണ്ടുപേരുടെയും മുന്നിലേക്ക് വന്നു നിന്നു. അതേസമയം സായിയും ജയും ഒന്നും മനസ്സിലാകാതെ ശിവയുടെ അരികിലേക്കും വന്നു. എന്നെ മനസ്സിലായോ? ചെറു പുഞ്ചിരിയോടെ കൂർമ്മതയോടെയുള്ള ചോദ്യം. മനസ്സിലാകാതിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ദേവുവിന് ദേഷ്യം വരുന്നുണ്ട്, പ്രത്യേകിച്ച് തടഞ്ഞു നിർത്തിയുള്ള സംസാരം. അതുകൂടാതെ ശിവയുടെ മുഖത്തെ ക്രൗരഭാവം അവൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ദേവികയുടെ നാക്കിന് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല അല്ലേ? പുച്ഛത്തോടെ ശിവ അവളെ കണ്ണുരുട്ടി നോക്കി. അന്ന് ഇവളാണല്ലോ ഇടയ്ക്ക് കയറിയത്, ശ്രീപാർവതിയെ രക്ഷിച്ചത്, ജിത്തുവിനെ എൻ്റെ അനിയത്തിയിൽ നിന്നും അകറ്റിയത്. ദേവുവിനോട് വല്ലാത്ത നീരസം തോന്നി ശിവയ്ക്ക്. ഇയാൾ എന്താ വേണ്ടത്? എന്തിനാ ഞങ്ങളെ പിടിച്ചു നിർത്തിയിരുന്നത്? ശബ്ദം ഉയർത്തി ദേവു. ഒപ്പം ശിവയുടെ ഇരു സൈഡിലായി നിൽക്കുന്ന സായിയെയും ജയ്യെയും അവൾ തുറിച്ചൊന്ന് നോക്കി. ഇവിടെ കൈഞ്ഞൊടിച്ചു ദേവുവിനെ തൻ്റെ നേർക്ക് ശ്രദ്ധ തിരിപ്പിച്ചു ശിവ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. പണത്തിൻ്റെ അഹങ്കാരമുണ്ടെങ്കിൽ കയ്യിൽ വച്ചാൽ മതി. പഴയതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ദേഷ്യത്തോടെ ദേവു മുരണ്ടതും ശിവ കണ്ണുകൾ അമർത്തിപ്പൂട്ടി, ഒപ്പം വലിച്ചു തുറക്കുകയും ചെയ്തു. നിന്നെയല്ല എനിക്ക് വേണ്ടത്. നിന്റെ കൂട്ടുകാരി ശ്രീപാർവതിയില്ലേ, അവളെയാ എനിക്ക് വേണ്ടത്. ഉയർന്നു വരുന്ന പകയോടെ രോക്ഷത്തോടെ ശിവ അലറിയതും ദേവു ഗൗരിയും ഞെട്ടിയതോടൊപ്പം സായും ജയും ഞെട്ടിപ്പോയി. ഡാ ശിവ, നിങ്ങൾ പോയിക്കോ. ശിവയുടെ തോളിൽ കൈവെക്കുന്നതിനോടൊപ്പം സായി ദേവുവിനോടും ഗൗരിയോടും പോകാൻ പറഞ്ഞു. ദേവു തന്നെ ഉറ്റുനോക്കുന്ന ശിവയെ കോപത്തോടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഗൗരി പേടിച്ചു വിറച്ചുകൊണ്ട് ദേവുവിൻ്റെ അരികെ ചേർന്ന് നിന്നും പതിയെ നടന്നു. എന്താ ശിവ, എന്താ നിനക്ക് പറ്റിയത്? എന്തൊക്കെയാടാ നീ ആ പെൺകുട്ടിയോട് പറഞ്ഞത്? സായി വല്ലാതെ ദേഷ്യത്തോടെ ശിവയോട് കയർത്തു. എൻ്റെ ജീവിതം നശിപ്പിച്ച, എന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ച അവളില്ലേ, ആ ശ്രീപാർവതി, അവളുടെ കൂട്ടുകാരിയാ ആ പോയവൾ. നീയും കണ്ടില്ലേ ആ പോയവളുടെ ഉശിര്. ഇതുപോലെ 5 കൊല്ലം മുമ്പ് ഇവൾ എന്നെ നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറക്കില്ല ഈ ശിവ ഒന്നും. എന്തൊക്കെയാ ശിവ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഞങ്ങളോട് പറഞ്ഞതിലുപരി വേറെ എന്തെങ്കിലും ഉണ്ടോ? ശിവയുടെ സംസാരത്തിലും ഭാവത്തിലും വ്യത്യാസം വന്ന സായി അവനോട് ചോദിച്ചു. എന്തെന്നാൽ തങ്ങൾ കണ്ട ശിവയല ഇപ്പോൾ തങ്ങളുടെ മുന്നിലെന്ന് സായിക്കും ജയിക്കും അറിയാം. ഇല്ലടാ, നിങ്ങളോട് പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. അന്ന് ആ പാർവതിയെ പൊതിഞ്ഞു പിടിച്ചവളില്ലേ, അവളാ ഇപ്പോൾ പോയ ആ നരുന്ത് പെണ്ണ് ദേവിക. ഏത്? ജിത്തുവിൻ്റെ പെങ്ങൾ ദേവുവോ? സായി ചോദിച്ചപ്പോൾ ശിവ അമർത്തി ഒന്ന് മൂളി. പാറുവിനോടുള്ള ദേഷ്യമാ നമ്മളോട് കാട്ടിയത്. ദേഷ്യത്തോടെ നടന്നു പോകുന്ന ദേവുവിനോട് പതിയെ ഗൗരി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കുന്നതിനോടൊപ്പം ദേവു ഗൗരിക്ക് മുന്നിലായി വന്നു നിന്നു. എന്താ ദേവു? തന്നെ തറപ്പിച്ചു നോക്കുന്ന ദേവുവിൻ്റെ നോട്ടത്തിൽ ഗൗരി ഒന്ന് പതറിപ്പോയി. നീ എന്തിനാ ശിവേട്ടനെ പേടിക്കുന്നത്? ഗൗരവമേറിയ ദേവുവിൻ്റെ ശബ്ദം, ഒപ്പം ഗൗരിയെ ആകമാനം നോക്കുന്നുമുണ്ട്. ഞാനോ? ഏയ്, നിനക്ക് തോന്നിയതാവും, ഗൗരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. തോന്നിയതല്ല,
സത്യമാണ്. നീ പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ ദേവിക കണ്ടുപിടിക്കും. ഗൗരിയോട് പറഞ്ഞുകൊണ്ട് അവളെ തറപ്പിച്ചു നോക്കി ദേവു മുന്നോട്ട് നടന്നു. വരുന്നില്ലേ? തന്നെയും നോക്കി അതേപടി നിൽക്കുന്ന ഗൗരിയെ തിരിഞ്ഞു നോക്കി ദേവു. വരുന്നു. ഗൗരിയും ദേവുവിൻ്റെ ഒപ്പം നടന്നു. വായനശാല എത്താനായതും ഗൗരി ഇടവഴിയിലൂടെ തൻ്റെ വീട്ടിലേക്ക് നടന്നു. ദേവു മുന്നോട്ടും. ശിവയുടെ മുന്നിൽ ധൈര്യം സംഭരിച്ചു പറഞ്ഞെങ്കിലും അവൾക്ക് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് തൻ്റെ കൂട്ടുകാരിയെ ഓർത്ത് എന്നു മാത്രം. എൻ്റെ ദേവി, പാറുവിനെ വേദനിപ്പിക്കല്ലേ. നടത്തത്തിൽ പാറുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ദേവുവിന്. ശിവേട്ടൻ ഒന്നും ശബ്ദമുയർത്തിയാൽ പെണ്ണ് കരഞ്ഞു കൂവി വീഴുമെന്ന് ദേവുവിനറിയാം. തൻ്റെ കൂട്ടുകാരിയെ ഓർത്ത് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല ദേവുവിന്. പാറുവിൻ്റെ വീടിൻ്റെ പടിക്കെട്ടിലെത്തിയതും മുകളിലേക്ക് കയറി പോകണോ അതോ തൻ്റെ വീട്ടിലേക്ക് നടക്കണോ എന്നോർത്ത് ദേവു ശങ്കിച്ചു നിന്നു. പാറുവിനെ ഫേസ് ചെയ്യാൻ എന്തോ അവൾക്ക് വല്ലായ്മ തോന്നുന്നു. ഇത്രയും നാളും പാറു പറഞ്ഞപ്പോൾ അതൊക്കെ തള്ളിപ്പറഞ്ഞവളാണ് താൻ. പക്ഷെ ഇന്ന് ശിവേട്ടൻ്റെ ഉഗ്രരൂപം കണ്ടപ്പോൾ ഉറപ്പായി പാറുവിനെ ശിവേട്ടൻ വെറുതെ വിടില്ലെന്ന്. 5 വർഷം കൊണ്ട് ആ പക ഇരട്ടിച്ചിട്ടുണ്ടെന്നും. എന്താ ദേവു അവിടെ നിൽക്കണേ, കയറുന്നില്ലേ? പടിക്കെട്ടിൻ്റെ മുകളിൽ നിന്നും ലളിത വിളിച്ചു ചോദിച്ചതും ദേവു ചെറു പുഞ്ചിരിയോടെ പടിക്കെട്ടുകൾ കയറി പാറുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു. പാറു അകത്തുണ്ട്. പനിയൊക്കെ കുറഞ്ഞു, ക്ഷീണവും കുറഞ്ഞു. ലളിത പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊണ്ട് ദേവു അകത്തേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ നിന്നും കൊണ്ടുവന്ന പുസ്തകം വായിച്ചു റൂമിലിരിക്കുകയായിരുന്നു പാറു. വാതിലിനരികിൽ ശബ്ദം കേട്ടതും പാറു തിരിഞ്ഞു നോക്കി. നീ വന്നോ? ഞാൻ കരുതി ഇനി ഇവിടേക്കും ഉണ്ടാകില്ലെന്ന്. നേരം ഒരുപാട് വൈകിയില്ലേ? കയ്യിലുള്ള പുസ്തകം ബെഡിലേക്ക് വെച്ച് പാറു എഴുന്നേറ്റു. നിന്നെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അമ്മ പറഞ്ഞു പനിയൊക്കെ കുറഞ്ഞ് ക്ഷീണമൊക്കെ മാറിയെന്ന്. കുറഞ്ഞു, ഞാൻ ഓക്കെയായി. നിന്റെ വാക്കുകളാണ് ദേവു എന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നത്. നീ പറഞ്ഞതുപോലെ വെറുതെ ഞാൻ ഓരോന്നോർത്ത് ഭയക്കുന്നതാ. ഈ 5 വർഷക്കാലം കൊണ്ട് എല്ലാം എല്ലാവരും മറന്നിട്ടുണ്ടാകും. ഓരോന്നാലോചിച്ച് സ്വപ്നം കാണുന്ന ഞാനാ വീട്ടി. പാറു പറഞ്ഞപ്പോൾ വേദനയുള്ളൊരു പുഞ്ചിരിയായിരുന്നു ദേവുവിൽ നിന്നും ഉണ്ടായത്. തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന തൻ്റെ കൂട്ടുകാരിയോട് എങ്ങനെ പറയും? അന്നത്തെ പക മായാതെ ചിലപ്പോൾ അതിൽ കൂടുതൽ രോക്ഷത്തോടെ നിന്നെ കാത്തിരിക്കുന്നവൻ ഉണ്ടെന്ന്. ഏട്ടാ, ഞാനിന്ന് ശിവേട്ടനെ കണ്ടിരുന്നു. എവിടെ വെച്ച്? ജിത്തു ഗൗരവത്തോടെ ദേവുവിനെ നോക്കി. പാടവരമ്പിൽ വെച്ച്. ശിവേട്ടന് ഇപ്പോഴും പാറുവിനോട് ദേഷ്യമുണ്ട്. നിന്നോട് പറഞ്ഞോ? ദേവു ഒന്ന് മൂളി. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ അവളുടെ കൺമുന്നിലുണ്ട്. പഴയ ശിവേട്ടനിൽ നിന്നും ഒരുപാട് മാറിയ ഒരാളാണ് ഇന്ന് തൻ്റെ കൺമുന്നിലുണ്ടായിരുന്നതെന്ന് അവൾക്ക് തോന്നി. അവൻ എന്തു പറഞ്ഞു? ഇന്ന് ക്ലബിലും അവൻ അവൻ്റെ കൂട്ടുകാരെയും കൊണ്ടുവന്നിരുന്നു. ഞാൻ കണ്ടു കൂട്ടുകാരെ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ വാക്കുകളിൽ പാറുവിനോടുള്ള പക അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ശിവേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ പാറുവാണ് തെറ്റ് ചെയ്തതെന്ന് തോന്നിപ്പോകും. സത്യം പറയാലോ ദേവു, ഇപ്പോഴും എനിക്കതിലൊരു വ്യക്തത വന്നിട്ടില്ല. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? കാര്യഭാവത്തോടെ ജിത്തു ദേവുവിനെ നോക്കി. അറിയില്ല ഏട്ടാ, ഞാൻ അന്ന് ലീവായിരുന്നല്ലോ. അന്ന് സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതിനിടയിൽ തനിച്ചായതുകൊണ്ട് പാറു തൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി ക്ലാസ് റൂമിലേക്ക് പോയതാ. ബാഗ് എടുത്ത് വരുമ്പോഴായിരുന്നു അവൾ ശിവേട്ടനെ കണ്ടത്. ക്ലാസ് റൂമിൽ തനിച്ചായതുകൊണ്ട് പെണ്ണ് ചെറുതായിട്ടൊന്ന് ഭയന്നു. ആ സമയം കൊണ്ട് ശിവേട്ടൻ അവളെ മുറുകെ പുണർന്നുവെന്ന്. അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതും പാറു കൂകി വിളിച്ചതാ. മനക്കലെ സ്കൂളായതുകൊണ്ട് ആരും കൂടുതൽ പാറുവിൻ്റെ പക്ഷം ചേർന്നില്ല. എല്ലാവരും പാറുവിനെ കുറ്റപ്പെടുത്തി. എന്തിനീ, പാറുവിൻ്റെ അച്ഛൻ പോലും. ആകെ അവളെ സപ്പോർട്ട് ചെയ്തത് ശിവേട്ടൻ്റെ അച്ഛനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ വിളിച്ചു പറഞ്ഞതറിഞ്ഞിട്ടാണ് ഞാൻ വയ്യാതെയായിട്ടും സ്കൂളിലേക്ക് ഓടിച്ചെന്നത്. അപ്പോഴേക്കും ആൾക്കാരും കൂടി ഒരു വശത്തു നിന്നും പാറു കരയുന്നുമുണ്ട്. ശിവേട്ടൻ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു ദിവസം മറക്കാൻ കഴിയുന്നില്ല. വന്നപ്പോൾ ഞാനൊന്നും അവനോട് സംസാരിച്ചില്ല. പറ്റുമെങ്കിൽ നാളെ ശിവയെ കാണണമേട്ടാ. ഇനിയും ആ പാവം പെണ്ണിനെ ഉപദ്രവിക്കരുതെന്ന് പറയണം.
പരസ്പരം അറിയാത്ത എന്തൊക്കെയോ ഒന്ന് നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉള്ളതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നു. അല്ലാതെ ശിവേട്ടൻ ഒരിക്കലും പാർവിനോട് പക തീർക്കാൻ വരില്ല. ഒന്നുമില്ലെങ്കിലും ഏട്ടൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നില്ലേ? ദേവ് പറയുമ്പോൾ വേദനയുള്ള പുഞ്ചിരിയായിരുന്നു ജിത്തുവിൽ നിന്നും ഉണ്ടായത്. അതെ, തൻ്റെ ഉറ്റ ചങ്ങാതി, ആത്മമിത്രം. നിങ്ങൾ കഴിച്ചു തുടങ്ങിയോ? അവൻ എന്തു പറഞ്ഞു? വരുന്നുണ്ടോ? ഡൈനിങ് ഹാളിലേക്ക് വന്ന അമ്മയോട് ജിത്തു ചോദിച്ചു. ഇല്ല, ലീവ് കിട്ടിയില്ലത്രേ. അടുത്ത മാസം താലപ്പൊലിക്ക് വരാമെന്നാ പറഞ്ഞത്. ഗോപൻ പോയിട്ട് 2 കൊല്ലം ആകാറായില്ലേ അമ്മേ? ആകാറായി. പൊലി കഴിഞ്ഞിട്ടല്ലേ അവൻ പോയത്. കഴിഞ്ഞ താലപ്പൊലിക്ക് അവൻ ഉണ്ടായിരുന്നില്ല. ഈ താലപ്പൊലി വന്നാൽ ആ 2 കൊല്ലമായി. താലപ്പൊലിക്ക് ഏട്ടനുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസാ, പുഞ്ചിരിയോടെ ദേവ് പറഞ്ഞു. അവനാകുമ്പോൾ നിന്റെ താളത്തിന് തുള്ളുകയും ചെയ്യും. കണ്ട കാടും ചെടിയും വാങ്ങിച്ചു കൊണ്ടുവരാമല്ലോ. ദേവുവിൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് അംബിക അവരുടെ അരികിലേക്ക് ഇരുന്നു. അച്ഛനെ കണ്ടില്ലേ നീ? നിന്നെ അന്വേഷിച്ചു. അമ്മ ചോദിച്ചതിന് ശിവ അമർത്തി ഒന്ന് മൂളിയതേയുള്ളൂ. എന്താ ശിവ, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി ഗൗതമി. എനിക്കൊരു കുഴപ്പവുമില്ല. കുറേ നാൾക്ക് ശേഷം പൊടിയും കാറ്റും കൊണ്ടതുകൊണ്ടാകാം ചെറിയൊരു തലവേദന, അത്രമാത്രം. പറയുന്നതിനോടൊപ്പം അവൻ കഴിച്ചെഴുന്നേറ്റു. നിന്റെ കൂട്ടുകാർ നേരം വൈകുമോ? ഇല്ല, അവരിപ്പോൾ എത്തും, അമ്മയോട് പറഞ്ഞുകൊണ്ട് ശിവ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. എൻ്റെ കുഞ്ഞിന് എന്തോ സങ്കടമുണ്ട്, മുത്തശ്ശി ഡൈനിങ് ഹാളിലേക്ക് വന്ന് ഗൗതമിയോട് പറഞ്ഞു. ഇല്ലാതിരിക്കുമോ അമ്മേ? 5 വർഷം എൻ്റെ കുഞ്ഞ്. ഗൗതമിയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാത്തിനും കാരണം അവളാ അമ്മേ, ആ പാർവതി. അവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ ഏട്ടൻ വന്നത്? അമ്മയുടെയും മുത്തശ്ശിയുടെയും സംസാരം കേട്ട് വന്ന നന്ദു ചോദിച്ചു. അറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? ആ അസത്തിനെ എൻ്റെ മോൻ കാണാതിരിക്കുന്നതാണ് നല്ലത്. പാറുവിനോടുള്ള ദേഷ്യത്താൽ ഗോമതി പറഞ്ഞുകൊണ്ട് ശിവ കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ആ പെണ്ണാണ് ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തിയത്, എൻ്റെ കൊച്ചുമോനെ എന്നിൽ നിന്നും അകറ്റിയത്. മുത്തശ്ശിയും പാറുവിനോടുള്ള വെറുപ്പിനാൽ പറഞ്ഞതും നന്ദിതയ്ക്കും പാറുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. അത് ഏട്ടൻ പോയതുകൊണ്ടല്ല, നേരെമറിച്ച് തൻ്റെ പ്രണയം തന്നിൽ നിന്നും അകറ്റി മാറ്റിയതുകൊണ്ടും മാത്രം. വന്നോ നീ? ഞാൻ കരുതി മുത്തശ്ശിയെ മറന്നിട്ടുണ്ടാകുമെന്ന്. തൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ്റെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് സ്നേഹത്തോടെ മുത്തശ്ശി പറഞ്ഞു. എൻ്റെ മുത്തുവിനെ മറക്കാനോ? ഈ 5 വർഷക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് മുത്തുവിൻ്റെ ഈ മടിയിൽ കിടത്തമാണ്. ശിവ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കവിളിലൊന്ന് തൊട്ടു. നീ ഇല്ലാതെ ഈ മുത്തുവിനൊരു ഉഷാറും ഇല്ലായിരുന്നടാ. നിന്റെ അച്ഛനോട് ഞാൻ വാവിട്ട് അലക്കിയതാ. അവനുണ്ടോ കേൾക്കുന്നു? അവൻ അപ്പോഴും ആ പെണ്ണായിരുന്നല്ലേ വിശ്വാസം. പാർവതിയോടുള്ള ദേഷ്യത്താൽ മുത്തശ്ശിയുടെ പല്ലുറുമി. അവളോട് പകരം വീട്ടാനും കൂടിയാ മുത്തു ഞാൻ വന്നിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിനല്ലേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിതനായത്. ആ 23 വയസ്സുകാരനെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ കാണുന്നു മുത്തു. മുത്തുവിനറിയോ, ഇവിടുന്ന് പോയതിന് ശേഷം നേരെ ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ടടയ്ക്കുമ്പോഴൊക്കെ നാട്ടുകാരുടെ ചൂഴ്ന്ന നോട്ടമാണ് എൻ്റെ കൺമുന്നിൽ വരാറ്. ഒപ്പം അച്ഛൻ്റെ വാക്കുകളും. ഞാൻ ആ പെണ്ണിനെ നശിപ്പിക്കാൻ നോക്കിയെന്ന്. മുത്തുവിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടർച്ചയിലെത്തിയിരുന്നു. അത്രമാത്രം ആ 23 വയസ്സുകാരൻ അന്ന് അനുഭവിച്ചിരുന്നു. അറിയാം കുട്ടി, നിന്നേക്കാൾ വേദന അനുഭവിച്ച 2 പേരായിരുന്നു ഞാനും നിൻ്റെ അമ്മയും. നിൻ്റെ അച്ഛൻ്റെ കാല് വരെ പിടിച്ചു ഗൗതമി. അവനല്ലെങ്കിലും രാഘവൻ്റെ മോളോട് പണ്ടേ പ്രിയമാണല്ലോ. അവൾ പഠിക്കാൻ മിടുക്കിയാണത്രേ. നല്ല സ്വഭാവമത്രേ. അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണത്രേ. വിശ്വാസമില്ലാത്തത് നിന്നെയാണെന്ന് പോലും അവൻ പറഞ്ഞു. അങ്ങനെയുള്ളവനോട് പിന്നെ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? കേസൊന്നും വരാതിരിക്കാൻ കൂടിയാണ് നിന്നെ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും നിൻ്റെ അമ്മയ്ക്കും പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂകുന്നുണ്ട്. അല്ലെങ്കിലും ഈ കൊച്ചുമോനോട് മുത്തശ്ശിക്ക് പ്രത്യേക വാത്സല്യമാണ്, മറ്റാരെക്കാളും. എനിക്ക് അവളെ വേദനിപ്പിക്കണം മുത്തശ്ശി. അവളെ എൻ്റെ കാൽച്ചുവട്ടിൽ എനിക്ക് കിട്ടണം. നരകിപ്പിക്കണം അവളെ എനിക്ക്.
നാട്ടുകാർക്ക്, അവളുടെ വീട്ടുകാർക്ക്, എന്തിന് എൻ്റെ അച്ഛനെ പോലും അവളുടെ കാര്യത്തിൽ വാ തുറക്കാത്ത വിധം അവൾ എനിക്ക് സ്വന്തമായിരിക്കണം. എന്നെ പരിഹാസത്തോടെ നോക്കിയിരുന്ന നാട്ടുകാരുടെ മുന്നിലൂടെ അവളുടെ കൈ പിടിച്ച് എനിക്ക് പോകണം. അതിനും കൂടിയാ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പകയാർന്ന കണ്ണുകളോടെ, മനസ്സിൽ ചേർത്ത് വെച്ച ആസൂത്രണങ്ങളോടെ തന്നെ അവജ്ഞയോടെ നോക്കിയ നാട്ടുകാർക്കും മുന്നിൽ തലയുയർത്തി നടക്കാൻ വേണ്ടി ശ്രീപാർവതിയെ സ്വന്തമാക്കുക, അതുമാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. നീ എന്താ മോനെ ഉദ്ദേശിക്കുന്നത്? ശിവയുടെ ഉദ്ദേശം നേരായ വഴിക്കല്ലേന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അവളെ ഈ ശിവദത്തിന് വേണം, എൻ്റെ ഭാര്യയായി, എൻ്റെ പകയായി, എൻ്റെ ദേഷ്യമായി. ഓരോ നിമിഷവും അവൾ എന്നിൽ കഴിയുമ്പോൾ വേദന കൊണ്ട് നീറണം മുത്തശ്ശി. എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കൊതിക്കണം അവൾ. അന്ന് ചെയ്തു പോയ തെറ്റിന് അവൾ പശ്ചാത്തപിക്കണം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ശിക്ഷിച്ചതിന് അവൾ വേദന കൊണ്ട് നീറണം. അവളെ എനിക്ക് വേണം. ഈ ശിവദത്തൻ്റെ താലി അവളുടെ കഴുത്തിൽ വീഴണം. അവളെ എനിക്ക് സ്വന്തമാക്കണം മുത്തശ്ശി. മോനെ, ഇതൊക്കെ നിന്റെ അമ്മ അറിഞ്ഞാൽ? ഞാൻ എൻ്റെ മോൻ്റെ ഭാഗത്തു നിൽക്കും. സംസാരം കേട്ടുവന്ന ഗൗതമി അമ്മ പറയുന്നത് കേട്ടതും മറുപടി നൽകിക്കൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. എൻ്റെ മകൻ്റെ വേദന തീരുന്നതുവരെ അവളെ ഒരു കളിപ്പാട്ടമായി എൻ്റെ മകന് നൽകുവാൻ ഈ ഗൗതമിക്ക് സമ്മതമാണ്. ഇവന് മതിയാകുന്നതുവരെ, അവളോടുള്ള പക അടങ്ങുന്നതുവരെ. അത് കഴിഞ്ഞാൽ അവളെ അങ്ങ് ഒഴിവാക്കിയേക്കാം. ഒരു രണ്ടാം കെട്ടുകാരിയായി അവളുടെ വീട്ടിൽ അവൾ ഉണ്ടാകണം. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും നീറി നീറി ആ ശ്രീപാർവതി ജീവിക്കണം. ശിവയുടെ മുഖത്തുണ്ടായിരുന്ന അതേ പക ഗൗതമിയിലും ഉളവായി. അത്രമാത്രം തൻ്റെ മകനെ ഓർത്ത് ഗൗതമി വേദനിച്ചിരുന്നു. തൻ്റെ കാൽച്ചുവട്ടിൽ അവളെ കിട്ടാൻ ഗൗതമിയും ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും നല്ല മാർഗം വിവാഹം തന്നെയാണെന്ന് ഗൗതമിക്കും അറിയാം. തുടരും. സപ്പോർട്ടുണ്ടാകണേ. നിങ്ങളുടെ ഓരോ കമൻസിനും മറ്റുള്ളവർ സ്റ്റോറി തേടി വരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റോറി ഇഷ്ടമാക്കുന്നുണ്ടെങ്കിൽ 2 വാക്ക് എനിക്ക് വേണ്ടി എഴുതണേ.